തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോം സാറിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരുന്ന സൂപ്പർ സമ്മർ റെസിഡൻഷ്യൽ ക്യാമ്പിൻ്റെ ഭാഗമായി ഞാനും ഉണ്ടായിരുന്നു. ഒരുപാട് ഇൻസ്പയർസും ഒരുപാട് പ്രയോജനം നൽകുന്ന ക്യാമ്പുകളിലും ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തു. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഈ ഒരു ക്യാമ്പിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ കോൺഫിഡൻസ് ലെവൽ കൂടിയതും എൻ്റെ സ്റ്റേജ് ഫിയർ മാറിയതും ഒക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വലിയ ഓപ്പർച്യൂണിറ്റി. ഈ ക്യാമ്പിൽ വന്നതും എൻ്റെ ജീവിതത്തിൽ കിട്ടിയ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കരുതുന്നു. ഞങ്ങൾക്ക് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊരു ക്ലാസ് കിട്ടിയായിരുന്നു. അതിലൂടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഈ ക്ലാസ് കിട്ടിയതിലൂടെ തന്നെ എങ്ങനെ ടെൻഷനൊക്കെ നമുക്ക് കുറയ്ക്കാമെന്നും അതിനെക്കുറിച്ചുള്ള ക്ലാസ് കിട്ടി. എൻ്റെ സ്റ്റേജ് ഫിയർ മാറ്റിയത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ക്യാമ്പിൽ നടന്ന ഒരു ഡ്രാമയുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ആ സെഷൻ വഴിയായിരുന്നു എനിക്ക് സ്റ്റേജ് ഫിയർ മാറിയത്. കാരണം അത്രയും പേരുടെ ഫ്രണ്ടിൽ കൂടെ നിന്നിട്ട് ഒരു സാധനം തന്നിട്ട് പോയി ചെയ്യ് എന്ന് പറഞ്ഞപ്പോഴത്തേനും ആദ്യം ഞാൻ കുറച്ച് പതറി. പക്ഷേ എല്ലാവരുടെ ആ ഒരു സപ്പോർട്ടും ഞങ്ങളുടെ ആ ഒരു യൂണിറ്റിയും കൂടെയാണ് എനിക്ക് അതിൻ്റെ സ്റ്റേജ് ഫിയർ മാറി കിട്ടി. I am so happy to be here and my English speaking and my vocabulary has changed a lot. I am so happy and so confident to speak in front of you. My thought of a camp was just having some classes and everything, but now I think that this is the best camp I have ever gone. ഇവിടെ വന്ന് ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെ ചെയ്തപ്പോൾ മനസ്സിലായി ഒത്ത് നിന്നാൽ നമുക്ക് എന്തിലും ജയിക്കാമെന്നും നന്നായി എന്തും ചെയ്യാമെന്നും ഞാൻ പഠിച്ചു. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് എല്ലാവരുമായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ സ്റ്റേജ് ഫിയർ ഒക്കെ മാറി എൻ്റെ സ്കില്ലൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. ഓരോ ക്ലാസ്സും ഓരോ അനുഭവങ്ങളാണ് എനിക്ക് പങ്കുവെച്ചത്. സ്കൂൾ പഠിക്കുമ്പോൾ കിട്ടുന്ന ഫ്രണ്ട്സിലുപരി ഇവിടെ വന്ന് 10 ദിവസം കൊണ്ട് ഒരുപാട് കൂട്ടുകാരെ പരിചയപ്പെടാൻ സാധിച്ചു. ഞാൻ ഇതുവരെ ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേടിയൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ. പിന്നെ അമ്മയെ പിരിഞ്ഞിരിക്കുന്ന സങ്കടം. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറേ ചേച്ചിമാരും ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം തന്നെ ക്ലാസ് ഉണ്ടായിരുന്നത് അസാപ്പിൻ്റെ ആയിരുന്നു. പിന്നെ ഇംഗ്ലീഷിൽ അത്ര ഞാൻ നന്നായിട്ടൊന്നും സംസാരിക്കില്ല. പിന്നെ ഞാൻ അവിടെ വന്നപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത് അസാപ്പിൻ്റെ ക്ലാസ്സിലൂടെ ആയിരുന്നു. More than a camp, we are family now. We have spent a lot of time together. തിയേറ്റർ ആർട്ട്, സെക്സ് എഡ്യൂക്കേഷൻ, മൈക്രോ ന്യൂട്രീഷ്യൻസ് തുടങ്ങിയ ക്ലാസ്സുകളായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ കൂടാതെ അസാപ്പിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ക്ലാസ്സസും ഉണ്ടായിരുന്നു. മെയിൻലി അവർ ഫോക്കസ് ചെയ്തത് കോൺഫിഡൻസ് ലെവൽ എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിലൊരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് തന്നെ കാണാം ഈ 10 ദിവസത്തിനിടയിൽ. എനിക്കും എൻ്റെ കൂട്ടുകാർക്കും ഈ ക്യാമ്പിൽ വന്നിട്ട് പബ്ലിക് സ്പീക്കിംഗ് ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു. ഒരുപാട് വിദ്യാർത്ഥിനികളായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റി. ഒരുപാട് പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടു. ഒരു സേഫ് സോണിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരാനായിട്ട് പറ്റി. ഇവിടുത്തെ ടീം അംഗങ്ങൾ തന്നെ ആയിക്കോട്ടെ, കനൽ ടീം അംഗങ്ങളും നമ്മളിലൊരാളായി തന്നെ അവർ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ കുറേ കുട്ടികളെ പുതിയതായി പരിചയപ്പെട്ടു. പുതിയ ഫ്രണ്ട്സ് കിട്ടി. അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി. എത്ര പേര് കഷ്ടപ്പെടുന്നു, അവർ പഠിക്കാൻ വേണ്ടി എത്ര സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇൻസ്പിറേഷൻ ആയിരുന്നു. ഹരിത മാമായിട്ട് ഞങ്ങൾക്കൊരു ഇൻട്രാക്ഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു. മാം അത്രയും തിരക്കിനിടയിൽ പോലും ഞങ്ങളുടെ ഓരോ വിദ്യാർത്ഥികളോട് സംസാരിച്ച് ഇനി നിങ്ങൾ ഭാവിയിൽ എന്താകണം, അതിനുവേണ്ടി എങ്ങനെ പ്രയത്നിക്കണം എല്ലാം പറഞ്ഞു തന്നു. ഞങ്ങൾ 100 പേരുണ്ട് ഈ പ്രോഗ്രാമിൽ. ഞങ്ങൾക്ക് 100 പേർക്കും പരസ്പരം അറിയില്ല. പക്ഷേ ഈ ക്യാമ്പിന് വന്നതിന് ശേഷം ഞങ്ങൾ പരസ്പരം എല്ലാവരുമായിട്ട് സംസാരിച്ച് സത്യം പറഞ്ഞ ഒരു ഫാമിലി പോലെയായിരുന്നു ഞങ്ങൾ ക്യാമ്പസിനകത്ത്. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. 2-3 ദിവസമൊക്കെ എനിക്ക് നല്ല കരച്ചിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് അവധി കിട്ടുമ്പം ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ ഇങ്ങ് വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ മാറി നല്ല സന്തോഷമായി. പിന്നെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ കിട്ടി. I am thanking all of the members behind this, especially Collector Sir and HLL for sponsoring this camp and Kanal team for arranging our class sessions.